ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയുള്ള പ്രധാനമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമതത്രം പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് നോക്കാമെങ്കിൽ 76ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഓത്ത് ഓഫ് ഓഫീസ്, എന്താണ് ഓത്ത് ഓഫ് സീക്രസി എന്നുള്ളതാണ്. ഞാൻ ശ്രീ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കാണാൻ വളരെ ആവേശത്തോടെ കാത്തിരുന്നപ്പോൾ ഒരുപാട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കേൾക്കുകയുണ്ടായി. സുരേഷ് ഗോപി കേരളത്തിന്റെ അഭിമാനം, നമ്മുടെ ശ്രീ സുരേഷ് ഗോപി 51ാമതായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓത്ത് ഓഫ് ഓഫീസ്, ഓത്ത് ഓഫ് സീക്രസി എന്ന് നമുക്ക് നോക്കാം. ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്, ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്നത് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു തുടക്കത്തിൽ ഐ എന്ന് പറയുകയും അതിനുശേഷം മന്ത്രിമാർ ഏറ്റുചൊല്ലുകയും ചെയ്തൊരു കാര്യമാണ്. ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് നിയമം മൂലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിന്റെ ഭരണഘടനയോട് പൂർണ്ണമായും വിധേയത്വം, ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ഉണ്ടാകുമെന്നും ഞാൻ രാജ്യത്തിന്റെ സോവറിനിറ്റിയും ഇന്റഗ്രിറ്റിയും, ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും മനസാക്ഷിയോടുകൂടി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി യൂണിയന്റെ മിനിസ്റ്റർ എന്ന രീതിയിൽ എല്ലാ വിധത്തിലുള്ള എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കും. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ, ആരോടെങ്കിലും ദ്വേഷമോ സ്നേഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മമതയോ ഇൽവിലോ ഇല്ലാതെ ഞാൻ തന്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കും. ഇതാണ് ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. എന്താണ് ഓത്ത് ഓഫ് സീക്രസി? ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്നതും സമാനമായ ഒരു കോൺസെപ്റ്റാണ്. ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്നത് ദൈവനാമത്തിൽ നമുക്ക് എടുക്കാം, സത്യപ്രതിജ്ഞ എടുക്കാം. ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്നത് ഞാൻ എന്നോട് വന്ന് പറയുന്ന കാര്യങ്ങൾ, ജനങ്ങൾ എന്നോട് വന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്നോട് പറയുന്ന കാര്യങ്ങൾ ആരോടും ഞാൻ റിവീൽ ചെയ്യില്ല, ആരോടും പറയില്ല. ഐ ഷാൽ നോട്ട് കമ്മ്യൂണിക്കേറ്റ് ഓർ റിവീൽ ടു എനി പേഴ്സൺ. അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. except that may be required for the due discharge of my duties as a minister. ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ പറയൂ. അതായത് ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അത് ആരോടും പറയാതിരുന്നാൽ മന്ത്രിക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തൻ്റെ കർത്തവ്യത്തിന്റെ ഭാഗമായി പറയും. എന്നാൽ ഓത്ത് ഓഫ് സീക്രസി തൻ്റെ ഓഫീസിന്റെ കാര്യങ്ങളാണെങ്കിലും അത് കോൺഫിഡൻഷ്യലായി വെക്കും. ബാക്കി ജനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് ഓഫീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലാത്ത രീതിയിൽ കോൺഫിഡൻഷ്യലായി വെക്കും. അങ്ങനെ രണ്ട് സത്യപ്രതിജ്ഞകളാണ് ചെയ്യുന്നത്, ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് ഓത്ത് ഓഫ് സീക്രസി. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏത് രാജ്യത്തിനും ഒരു ഭരണം ആവശ്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടിയാണെങ്കിലും, ഇനി അത് NDA ആണെങ്കിലും ഇന്ത്യ മുന്നണിയാണെങ്കിലും എല്ലാം ഒരു സെന്റർ റൈറ്റ് ആണ്. NDA എന്ന് പറയുന്നത് BJP നയിക്കുന്നത് ഒരു മധ്യ വലതുപക്ഷവും ഒക്കെയാണ്, മധ്യ ഇടതുപക്ഷവും ഒക്കെയാണ് കോൺഗ്രസും ആപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഏത് ഫോർമേഷനും ഇപ്പം വലിയൊരു പോരാട്ടമാണ് ഉണ്ടായത്. നല്ല രീതിയിൽ ഒരു പുതിയ മന്ത്രിസഭ വന്നു. ആ മന്ത്രിസഭ സ്റ്റേബിളായിട്ട് പോകട്ടെ, എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ, ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടത്. ഒരുപാട് ഹെയ്റ്റ് മോങ്കേഴ്സ് തോക്കുകയുണ്ടായി. ഇത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്നാൽ പോസിറ്റീവായ ഒരുപാട് ആൾക്കാർ വിജയിക്കുന്നത് കണ്ടുകൊണ്ടായി. വിശ്വപൗരനായ ശ്രീ ശശി തരൂർ അടക്കം, ശ്രീ സുരേഷ് ഗോപി അടക്കം അവരെല്ലാം വിജയിക്കുന്ന കാണുകട്ടെ. അങ്ങനെ എല്ലാവരും ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ കാര്യത്തിലേക്ക് വരട്ടെ. ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു നന്മയുടെ പാത എല്ലാവർക്കും പിന്തുടരാനും കഴിയട്ടെ. ശ്രീ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ നന്മ അദ്ദേഹത്തിന് ഇസ്ലാമോഫോബിയ ഇല്ല, മതസൗഹാർദ്ദമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. പരിശുദ്ധ റമദാനിൽ നോമ്പ് നോക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ശ്രീ ഗണേഷ് കുമാർ MLA പരിഹസിച്ചപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്, ഞാൻ ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് ബിസ്മി ചൊല്ലി വരെ നമ്മുടെ പരിശുദ്ധ റമദാൻ നോമ്പ് നോക്കാൻ അറിയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ സുരേഷ് ഗോപി വലിയൊരു ഹിന്ദു വിശ്വാസിയാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ ശബരിമല പ്രക്ഷോഭങ്ങൾക്കടക്കം ശക്തമായി വന്നതാണ്. എന്നെയൊക്കെ ആദ്യമായി ജയിലിൽ കാണാമെന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് നന്മയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നന്മയിൽ തൃശ്ശൂർ ഒരുപാട് നന്മ ഉണ്ടാകട്ടെ, വികസനം ഉണ്ടാകട്ടെ, കേരളത്തിൽ ഒരുപാട് വികസനം ഉണ്ടാകട്ടെ, നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് വികസനം ഉണ്ടാകട്ടെ. മിനിസ്റ്റർ സുരേഷ് ഗോപിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മന്ത്രിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ അവർക്ക് എല്ലാവർക്കും ആകട്ടെ. ജയ് ഹിന്ദ്.